വന്നാൽ ഇവിടെ ഇസ്ലാം എന്ന് പറയുന്നത് ശരിക്കും എന്താ വളരെ സുന്ദരമായിട്ടുള്ള സംഗതിയാണ്. ചായം മുക്കിയാൽ ഇപ്പൊ സൂപ്പർ വൈറ്റ് നമ്മൾ വസ്ത്രത്തിൽ മുക്കിയാൽ ആ സൂപ്പർ വൈറ്റിന്റെ കളർ അതിൽ കാണുന്ന പോലെ മതം എന്ന് പറയുന്നതാണ് ഇവിടെ ചായം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. അതെങ്ങനെയാണ് അലങ്കാരമായിട്ട് വരിക എന്നതിന്റെ ഉത്തര പറയണത്, ഈ ചായം മതത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ അവന്റെ ജീവിതത്തിൽ ആ മതത്തിന്റെ താല്പര്യങ്ങൾ, അതിന്റെ സ്വാധീനങ്ങൾ അവന്റെ ജീവിതത്തിൽ കാണും. അപ്പോ അക്രമത്തിലേക്കോ അരാജകത്വത്തിലേക്കോ അനാവശ്യ വാക്ക് പ്രവർത്തനങ്ങളിലേക്കോ ഒന്നും പോകാതെ അവനവന്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൽ മുസ്ലിമു, ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞ ആരാ? മൻസലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു റിപ്പോർട്ട് അനുസരിച്ച് മൻസലിമന്നാസ്, എല്ലാ ജനങ്ങളും രക്ഷപ്പെടണം മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവിന്റെയും അതേപോലെ തന്നെ കൈയിന്റെയും ഉപദ്രവത്തിൽ നിന്ന്. നാവ് കൊണ്ട് ഒരാളെ ഉപദ്രവിക്കാത്ത, കൈ കൊണ്ട് ഒരാളെ ഉപദ്രവിക്കാത്തവനാണ് ശരിയായ മുസ്ലിം. അപ്പോ നമ്മുടെ കൈ കൊണ്ട് ഒരാൾക്കൊരു ഉപദ്രവവും വരുന്നില്ല, നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാളെ നമ്മൾ ഉപദ്രവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ഒരു മുസ്ലിം. അതിന്റെ അർത്ഥം നാവ് കൊണ്ടൊന്നും പറയണമില്ല, കൈ കൊണ്ടൊന്നും ചെയ്യണമില്ല, ആ സമയത്ത് കാല് മടക്കിയിട്ട് നല്ല തൊഴി കൊടുക്കാന്നല്ല, മറിച്ച് സാധാരണ ആളുകൾ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രണ്ട് അവയവങ്ങൾ ഈ കയ്യും നാവും ആയതുകൊണ്ട് എന്ത് ചെയ്തതാണ്, അത് പറഞ്ഞു എന്നേ ഉള്ളൂ പ്രധാനപ്പെട്ടത്. അല്ലാത്തതുകൊണ്ട് ഉപദ്രവിക്കലും അങ്ങനെ തന്നെയാണ്. ഒരു ഉപദ്രവം മറ്റൊരാൾക്ക് ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കാണാലോ, ഒരാൾക്ക് എന്താ ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഈ ഒന്നും എനിക്ക് ഉപകാരം ചെയ്യാൻ പറ്റൂലെങ്കിലും മറ്റുള്ളവർക്ക് നീ എന്താകരുത്, ഉപദ്രവകാരി ആവാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കണം. അപ്പൊ ഒരു മുസ്ലിം വസ്ത്രത്തിൽ ചായം മുക്കിയാൽ ആ ചായത്തിന്റെ കളർ വസ്ത്രത്തിൽ തെളിഞ്ഞു കാണുന്നത് പോലെ ഒരാൾ മതവിശ്വാസിയാണെങ്കിൽ ആ മതത്തിന്റെ കൾച്ചർ അവന്റെ ജീവിതത്തിൽ തെളിഞ്ഞു കാണും. ആ കൾച്ചർ അവന്റെ ജീവിതത്തിൽ തെളിഞ്ഞു കണ്ടാൽ ഉറപ്പായിട്ടും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവനെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇതാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം, ഇതാണ് ഒരു ശരിയായ മുസ്ലിം. അല്ലേ? നമുക്കറിയാലോ, കേരളത്തിലേക്ക് ആദ്യകാലത്ത് കടന്നു വന്ന മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു സംഘവും, അവരെ സ്വീകരിക്കാൻ വാസ്തവത്തിൽ ഇവിടെ വേറൊരു മനുഷ്യനും ഇല്ലല്ലോ. അന്ന് ഒരു മുസ്ലിം വേറെ ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ആ വേറൊരൊറ്റ മുസ്ലിമും ഇല്ലാത്ത കാലത്ത് ഈ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു സംഘത്തെയും സ്വീകരിക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ, ഇന്ത്യ രാജ്യത്തുള്ള നമ്മളെ കേരളത്തിലുള്ള ഹൈന്ദവ സഹോദരങ്ങളല്ലേ ഉണ്ടായത്. ആ ആളുകൾ എങ്ങനെയാ പിന്നീട് ഇസ്ലാമിലേക്ക് ഇങ്ങനെ കൺവെർട്ട് ചെയ്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? നേരത്തെ തന്നെ ചില വശങ്ങളിലേക്കൊക്കെ പ്രസംഗത്തിൽ സൂചന വന്നില്ലേ? ഈ മുസ്ലിമീങ്ങളുടെ പെരുമാറ്റവും സ്വഭാവവും മാതൃകാപരമായ അവരുടെ ജീവിതവും അവർ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ സ്വകാര്യത്തിലും പരസ്യത്തിലുമുള്ള ആ ശ്രദ്ധയും ആ ശുഷ്കാന്തിയും അത് കണ്ടപ്പോഴല്ലേ വാസ്തവത്തിൽ ഇസ്ലാമിലേക്ക് ആളുകളുടെ ഒഴുക്ക് നമ്മളെ നാട്ടിലുണ്ടായത്. പറിച്ചറിയപ്പെടാൻ പറ്റാത്ത വിധം വേരോട്ടമുള്ള ഒരു മതമായി ഇസ്ലാം നമ്മുടെ കേരളത്തിൽ വരെ മാറുന്നതിന്റെ തുടക്കം എങ്ങനെയാ? നല്ല വിശുദ്ധമായ വ്യക്തി ജീവിതം മുസ്ലിമീങ്ങൾ നടത്തിയത് കണ്ടിട്ട് അതിലേക്ക് ജനങ്ങൾ ആകർഷിച്ചതാണ്. അല്ലാതെ ഇവിടെ മൽപ്പിടുത്തം നടത്താനോ അല്ലെങ്കിൽ വാളുകൊണ്ട് പ്രചരിപ്പിക്കാനോ അതിനുള്ളൊരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. ഇനി ഉള്ളിടത്ത് തന്നെ ഇസ്ലാം അങ്ങനെ പ്രചരിപ്പിക്കാനും കഴിയൂല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരണമെങ്കിൽ ആദ്യമായിട്ട് ഏറ്റവും കണിശമായി നിർദ്ദേശിക്കണം എന്താ? ഷഹാദത്ത് ചൊല്ലുക എന്നുള്ളതാണ്. ഷഹാദത്ത് ചൊല്ലുക പറഞ്ഞാൽ നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം വെക്കലില്ലേ? ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണെന്ന് മനസ്സിൽ ബോധ്യപ്പെടുത്തി ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു എന്നതിന്റെ അർത്ഥം അല്ലേ? മനസ്സിൽ ആദ്യം ബോധ്യപ്പെടണം. ഒരാളിപ്പോ വാളും പിടിച്ചിട്ട് നിന്ന് ചെല്ലടാന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് ചെല്ലാൻ പറ്റും, മനസ്സിൽ ബോധ്യപ്പെടുത്താൻ കഴിയോ? വാസ്തവത്തിൽ മനസ്സിൽ ബോധ്യപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ആളുകളെ നിർബന്ധിച്ച് ചേർക്കാൻ കഴിയൂലാണ്. അങ്ങനെ മതത്തിൽ നിർബന്ധിച്ച് ചേർത്താൽ അത് വെറും രൂപങ്ങളും ഭാവങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് ആത്മാവ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരാൾ ഒരു നല്ല മുസ്ലിം ആവുക എന്ന് പറയുന്നത് സ്വമേധയാ അവന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകേണ്ട സംഗതിയാണ്. അങ്ങനെ മനസ്സിൽ തോന്നിയിട്ട് ഇസ്ലാമിൻ്റെതായിട്ടുള്ള അവസ്ഥയിലേക്ക് അവൻ കടന്നു വന്നാൽ ആ മുസ്ലിമിന്റെ സ്വഭാവം അവന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഇങ്ങനെ തെളിഞ്ഞു വരും. ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റൂലേ? ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എത്രയോ അരിതായ്മകൾ, കള്ളത്തരങ്ങൾ, ചീറ്റിങ്ങുകൾ, അത്തരം അവസ്ഥയിലേക്കൊക്കെ മനുഷ്യരെത്തണെന്താ? അതിൽ മുസ്ലിങ്ങളും ചിലപ്പോൾ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഓന്റെ ഭാഗ്യത്തിലേ മുസ്ലിം ഉള്ളൂ, അല്ലെ പേരിലേ ഇസ്ലാമുള്ളൂ, അതുകൊണ്ടാണ്. അതേസമയത്ത് ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിം ആണെങ്കിൽ അവന്റെ ജീവിതത്തിൽ വരുന്ന പരിവർത്തനം എങ്ങനെയാ? ഇസ്ലാം പറയണത് എന്താ? ഓന്റെ സ്വകാര്യ ജീവിതത്തിലും എന്താക്കും അവൻ? അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധത്തോടെ മുന്നോട്ട് പോകും. ചരിത്രത്തിൽ കാണാലോ നമുക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
ഒരു പാതിരക്ക് ഇങ്ങനെ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ വേഷപ്രച്ഛന്നനായി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വർത്താനം കേൾക്കുക. ഉമ്മയും മോളും തമ്മിലുള്ള സംസാരം. എന്താ ഉമ്മ മോളോട് പറയണത്? മോളെ, ആ ഒട്ടകത്തിന്റെ പാല് വിറ്റിട്ട് കിട്ടുന്ന കാശാണ് ആകെ ജീവിക്കാൻ നമുക്ക് വകയുള്ളത്. ആ കുറഞ്ഞ പാലൊന്നും വിറ്റാ ഒന്നും കിട്ടൂല. അതുകൊണ്ട് അരി മേടിക്കാനുള്ള കാശുണ്ടാണെങ്കിൽ ആ പാലിൽ കുറച്ച് വെള്ളം കൂട്ടണം. പാലിൽ വെള്ളം കൂട്ടണം എന്ന് പറയുമ്പോ ആ ഈമാനുള്ള മോള് പറയണത് എന്താ? ഉമ്മ, ഇവിടെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. അഥവാ പിടിക്കപ്പെട്ട പിന്നെ നമ്മളെ കാര്യം കട്ടപ്പുകയാവും. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കിയപ്പോ ആ ഉമ്മാന്റെ മറുപടി, മോളെ, ഉമർ ഇബ്നുൽ ഖത്താബ് ഒന്നും ഇപ്പൊ ഇത് അറിയാൻ പോണില്ല. നമ്മൾ നോട്ടീസ് അടിച്ചിട്ടൊന്നുമല്ലല്ലോ ഇത് ചെയ്യാൻ പോണ്. അത് ഉമർ ഇബ്നുൽ ഖത്താബ് ഒന്നും ഇത് അറിയാൻ പോണില്ല. ഈ പാതിരക്ക് എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും. ഇത് പറഞ്ഞപ്പോഴല്ലേ ആ മോള് പറഞ്ഞത്, ഉമ്മ, ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഉമർ ഇബ്നുൽ ഖത്താബ് ഉറക്കത്തിലായിരിക്കാം, പക്ഷേ ഫർ അബ്ബു ഉമർ ഹാദിർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മളെയൊക്കെ പോറ്റി വളർത്തുന്ന യജമാനനായ റബ്ബ് അവൻ ഉറക്കല്ലല്ലോ. ലാ തഖുദുഹു സിനത്തു വലാ നൗം, ആ റബ്ബിന് ഉറക്കം തൂങ്ങലില്ല. ഉറക്കം തൂങ്ങലില്ലാത്തത് നല്ല ഉറങ്ങിയോണ്ടാണോ? അല്ല. വലാ നൗമുൻ, അല്ലാഹു ഉറക്കമല്ല. കാരണം എന്താ? കുല്ല യൗമിൻ ഹുവ ഫീ ശൈഇൻ, എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ നിയന്ത്രിച്ചും അവന്റെ പടപ്പുകളെ കൺട്രോൾ ചെയ്തും മുന്നോട്ട് പോവുകയാണ്. ആ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് പടച്ചോന് യാതൊരു വിധത്തിലുള്ള ക്ഷീണവും വരുന്നില്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. സൂറത്തു ആയത്തുൽ കുർസിയുടെ അവസാനത്തിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇതൊക്കെ കൂടെ സംരക്ഷിച്ചു പോണോണ്ട് പടച്ചോന് യാതൊരു പ്രയാസമല്ല. അതൊക്കെ ഒരു ഭാരമായിട്ട് റബ്ബിനെ കാണാനുമില്ല. അതുകൊണ്ട് ഒരാൾ മുസ്ലിമായാൽ, യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ, ഇരുട്ടിന്റെ മറവിൽ ഒരാളും കാണുന്നില്ലാത്ത സമയത്തും ഒരു തെറ്റു ചെയ്യാൻ അവന് സാധിക്കാത്ത അവസ്ഥ വരും. അതാണ് ആ മോള് പറയണത്, ഉമ്മ, പാലിൽ വെള്ളം കൂട്ടി വിറ്റാൽ ഒരു പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഈ ലോകത്തെ കോടതി നമ്മൾ രക്ഷപ്പെട്ടാലും പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹ് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പാലിൽ വെള്ളം കൂട്ടാൻ പറ്റൂല. ആ വിവരമറിഞ്ഞ് വലിയ സന്തോഷത്തോടെ ഉമർ റളിയല്ലാഹു അൻഹു ആ ചെറ്റക്കുടിലിന്റെ അടയാളം വെച്ച് പോയി. പിറ്റേ ദിവസം മകനായ ആസിം റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് ആ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, പറ്റുമെന്നൊന്ന് പോയി നോക്ക്. ആ പ്രപ്പോസൽ നിനക്ക് മനസ്സ് തൃപ്തിപ്പെടുകയാണെങ്കിൽ ആ കുട്ടിയെ നമുക്ക് നിന്റെ ഭാര്യയാക്കിയിട്ട് കൊണ്ടുവരണം. കാരണം എന്താ? മതബോധമുള്ള പെൺകുട്ടിയാണ്. അത് എത്ര സ്വകാര്യതയിലും ഒരാളും അറിയുന്നില്ലെങ്കിലും തെറ്റു ചെയ്യില്ല എന്ന ഉറപ്പ് ആ കുട്ടിയെ കുറിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഉണ്ടോ? അതാ വേണ്ടേ. അതുണ്ടായാ പിന്നെ എത്ര മിസ് കോൾ വന്നാലും എന്ത് ചെയ്യൂല, ഒരു കുട്ടിയും വഴിതെറ്റിപ്പോകൂല. അല്ലാഹ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം, ആ ബോധം വന്നാ പിന്നെ വേറെ പ്രശ്നമില്ല. അതാണ് പറയണത്. എന്ത് സിബ്ഗത്തല്ലാഹ് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്ന മതത്തെ മുറുകെ പിടിക്കണം എന്ന ഒരർത്ഥം. ആ മതത്തെ മുറുകെ പിടിക്കുക. അതിനെങ്ങനെ ഈ ചായ എന്നുള്ള ആ പദം പ്രയോഗിക്കണത്? ആ ആലങ്കാരിക പ്രയോഗത്തിന്റെ ലോജിക്ക് എന്താ? അതാ പറയണത്, മതത്തിന്റെ കാഴ്ചപ്പാടുകളും അതിന്റെ കൾച്ചറും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ചായം ഏതാണെന്നതിന്റെ പൈന്റ് ഏതാണെന്നതിന്റെ കളറ് മനസ്സിലാക്കാൻ പുറത്തുനിന്ന് സാധിക്കുന്നത് പോലെ ഒരു മുസ്ലിമിന്റെ പ്രവർത്തനം കണ്ടാൽ അള്ളാഹു പൊരുത്തപ്പെട്ട മതത്തിന്റെ ആളാണ് ഇവനെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് അതിന്റെ ഒരു വ്യാഖ്യാനം. മറ്റൊന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. അതാണ് ഇവിടെ റാജിമ പറഞ്ഞത്, സുമ്മിയദ്ദീനു സിബ്ഗത്തൻ, ദീനാണ് ഇവിടെ സിബ്ഗത്തല്ലാ എന്ന് പറഞ്ഞ ഉദ്ദേശം. അപ്പൊ അള്ളാഹിന്റെ ദീനുകൾ മുറുകെ പിടിക്കണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്ന് പറയുമ്പോ അവിടെ ദീനിന് എങ്ങനെയാണ് ചായ എന്ന് പറഞ്ഞത്? നിസ്കാരം, അതേപോലെ ശുദ്ധീകരണം അടങ്ങിയിട്ടുള്ള അതിന്റെ ഉദാഹരണങ്ങളിലൂടെ എന്താക്കാൻ പറ്റും? അതിന്റെ സ്വഭാവം മനുഷ്യന്റെ ജീവിതത്തിൽ വ്യക്തമായി കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖുർആനിൽ തന്നെ പറഞ്ഞല്ലോ, സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസ്രി സുജൂദ്. ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ ഉദാഹരണം പറഞ്ഞിടത്ത് അള്ളാഹു പറഞ്ഞതാണ്, അവരുടെ മുഖത്ത് സുജൂദിന്റെ അടയാളങ്ങൾ തെളിഞ്ഞു കാണുന്നതായിട്ട് കാണാൻ പറ്റുമെന്ന്. എന്നതുപോലെ ഒരു മൂമിനിന്റെ ജീവിതത്തിലെ എല്ലാ സംഗതികളും ചായം തെളിഞ്ഞു കാണുന്നത് പോലെ കാണാൻ കഴിയുമെന്നാണ്. മറ്റൊരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു, എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഇന്ന സിബ്ഗത്തല്ലാഹി ഫിത്രതുഹു, അള്ളാഹുവിന്റെ സിബ്ഗത്ത് മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഫിത്രതുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ പ്രകൃതി എന്നാണ്. നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുട്ടിയും ജനിക്കുന്നത്
അത് നല്ലത് സ്വീകരിക്കാൻ പറ്റുന്ന പാകത്തിലും അതേപോലെ തന്നെ പക്വതയിലുമാണ്. കാരണം ആ കുട്ടിയുടെ മനസ്സ് എംറ്റിയാ, ആ മനസ്സിലൊന്നുമില്ല, കാലിയാണ്. ആ കാലിയായ മനസ്സിലേക്ക് പിന്നെ ബാക്കിയുള്ളവർ എന്താണോ കൊണ്ടുപോയി കൊടുക്കുന്നത് അതാണ് ആ കുട്ടി എന്ത് ചെയ്യണം, സ്വീകരിക്കണം. അതുകൊണ്ടാണ് രക്ഷിതാക്കൾ എന്താവണം, വീട്ടില് എപ്പോഴും കുട്ടികൾക്ക് റോൾ മോഡലാകാൻ, മാതൃകയാകാൻ പറ്റുന്ന ഒരു സമീപനം ഉണ്ടാവണം എന്ന് പറയുന്നത്. ആ കുട്ടി കാണുന്നതൊക്കെ ഉമ്മയും ബാപ്പയും അവരുടെ ബിഹേവിയർ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ നിലപാടുകൾ, അവരുടെ കൾച്ചറുകൾ, അതൊക്കെ എന്താക്കും, ഈ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് തന്നെ കുട്ടികൾ കാണുക അവർക്ക് പകർത്താൻ പറ്റാത്ത അനുകരണശീലം വല്ലാണ്ടുണ്ടാവും കുട്ടികളിൽ. അതുകൊണ്ട് അവർക്ക് പകർത്താൻ പറ്റാത്തതോ അഥവാ അവർ പകർത്തിയാൽ അവരുടെ വ്യക്തിത്വം ഇടിഞ്ഞു പോകുന്നതോ ആയിട്ടുള്ള മോശമായ സമീപനങ്ങൾ ഈ കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല. ആ മാതൃകാപരമായ ജീവിതം രക്ഷിതാക്കൾ നയിക്കണം എന്ന് പറഞ്ഞില്ലേ, അതാണ് പിന്നെ പക്വതയിൽ നന്മ സ്വീകരിക്കാനുള്ള പാകതയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടികളെ പടക്കണമെന്ന് പറഞ്ഞാൽ അതന്നെ ഇവിടെ സിബഗത്തല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ സ്വീകരിക്കാനുള്ള പ്രകൃതത്തിലാണ് ഇവിടെ എന്ത് ചെയ്യണത്, മനുഷ്യന്മാരെ പടക്കണത്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ എങ്ങനെ അർത്ഥം പറഞ്ഞ സിബഗത്തല്ലാച്ച, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ ഒരു ശുദ്ധീകരിച്ചിരിക്കുന്നു എന്നർത്ഥം പറഞ്ഞത് അതുകൊണ്ടാണ്. ഏതായാലും ശരി, ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് പടച്ചോൻ പറയാണെന്ത്, ഒമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ. വേറെയും വ്യാഖ്യാനങ്ങളോട് പറയുന്നുണ്ട് സിബ്ഗത്തിന് അള്ളാഹുവിന്റെ തെളിവുകൾ എന്ന അർത്ഥം പറയുന്നുണ്ട്. അതേപോലെ തന്നെ മാർക്ക കല്യാണം കഴിക്കൽ എന്നത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിശദീകരണം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ മില്ലത്ത് പിന്നെ എന്നത് ഇതിനെ കുറിച്ച് വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഏത് പറഞ്ഞാലും ശരി, ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിയമനിർദ്ദേശങ്ങളും അതേപോലെ തന്നെ പിന്നെ ജീവിത രീതികളും അത് നിങ്ങൾ മുറുകെ പിടിക്കണം എന്നാണ്. അത് അള്ളാഹു തആല നമുക്ക് നൽകിയതിനേക്കാളും മെച്ചപ്പെട്ട മറ്റൊന്ന് പകരം തരാൻ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് അള്ളാന്റെ മതം ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആ മതം വിട്ടുകൊണ്ട് മറ്റൊന്നിലേക്ക് നമ്മൾ എന്താകാൻ പാടില്ല, പോകാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എന്നിട്ട് അള്ളാഹു പറയാവ നഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ ആ അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്നവരാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ മാത്രമേ ഞങ്ങൾ ദൈവമായി കാണൂ. കണ്ണിൽ കണ്ട വസ്തുക്കളെയൊക്കെ ദൈവങ്ങളാക്കി പൂജിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല എന്ന വ്യക്തമായിട്ടുള്ള നിർദ്ദേശമാണ് ഇവിടെ നൽകുന്നത്. പിന്നെ ഇനി ഖുൽ, നബിയെ തങ്ങൾ പറയുക, അതുഹാജ്ജൂനനാ ഫില്ലാ, അള്ളാന്റെ വിഷയത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? വഹുവ റബ്ബുനാ വ റബ്ബുക്കും, ആ അള്ളാഹുവാണ് നിങ്ങളുടെയും ഞങ്ങളുടെയും റബ്ബ്, രക്ഷിതാവ് എന്നിരിക്കെ, വലനാ അഅ്മാലുനാ, ഞങ്ങൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം ഞങ്ങൾക്കാ ലഭിക്കുക, വലക്കും അഅ്മാലുക്കും, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമാണ് നിങ്ങൾ അനുഭവിക്കുക, വനഹ്നു ലഹു മുഖ്ലിസൂൻ, ഞങ്ങൾ അള്ളാഹുവിന് പൂർണ്ണമായി അനുസരിക്കുന്നവരും അവനെ ആത്മാർത്ഥമായി അംഗീകരിക്കുന്നവരുമാണ് എന്നിരിക്കെ ആ അള്ളാന്റെ വിഷയത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ പറയുന്നു. എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? മുസ്ലിമീങ്ങളും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബഹുദൈവവാദികൾ അടക്കം, അതേപോലെ തന്നെ ജൂത ക്രിസ്ത്യാനികൾ അടക്കം എല്ലാവരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ ആധികാരികതയുമായി ബന്ധപ്പെടുത്തിയും ഇസ്ലാം മതത്തിന്റെ ആധികാരികതയുമായി ബന്ധപ്പെടുത്തിയും ഒക്കെ ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. അപ്പൊ ആ ചർച്ചകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കണോ? വാസ്തവത്തിൽ നിങ്ങളെ ഞങ്ങളെയും പഠിച്ച അള്ളാഹു വന്ന, നിങ്ങൾ ചെയ്തതിന്റെ കൂലി നിങ്ങൾക്കും ഞങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം ഞങ്ങൾക്കോ കിട്ടുക. ഞങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ ആരെ പഠിപ്പിക്കണ്ട, അള്ളാഹിനെ പറ്റി പഠിപ്പിക്കണ്ട. അള്ളാഹു തആല ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്ത നിലപാട് അത് കൃത്യമാണ്, ശരിയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ പ്രവാചകത്വത്തെ നിരാകരിക്കാൻ വേണ്ടി ജൂതന്മാർ പറഞ്ഞിരുന്നതാണ് എന്ത്, പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഇടയിൽ നിന്നല്ലേ പ്രവാചകന്മാർ വരലുള്ളൂ, ബനൂ ഇസ്രായേലിൽ നിന്നല്ലേ നബിമാർ വരലുള്ളൂ, ഖുറൈശികളുടെ കൂട്ടത്തിൽ പണ്ടെങ്ങാനും നബി വന്നിട്ടുണ്ടോ? അതുകൊണ്ട് ഇപ്പോഴൊരു നബി വരികയാണെങ്കിൽ അത് വരേണ്ടത് എവിടെ തന്നെയാണ്, ഞങ്ങളെ കൂട്ടത്തിൽ തന്നെയാണെന്ന് അവര് പറയാം. അപ്പൊ അതിന്റെ മറുപടിയാണ് മുസ്ലിമീങ്ങൾ പറയണത് എന്ത്, ആ തുജാദിലൂനനാ ഫീ അന്നല്ലാഹു അസ്തഫാ റസൂലൻ മിനൽ അറബി, അല്ലാഹു സുബ്ഹാനഹു വ തആല അറബികളിൽ നിന്ന് ഒരു റസൂലിനെ തെരഞ്ഞെടുത്തു എന്ന വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങളോട് തർക്കിക്കാണോ? ലാമിങ്കും, നിങ്ങളെ കൂട്ടത്തിൽ നിന്നല്ല, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് അറബികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു റസൂലിനെ തെരഞ്ഞെടുത്ത് നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുന്നു. വതഖൂലൂന, എന്നിട്ട് ആ തർക്കത്തിന്റെ ഭാഗമായി നിങ്ങൾ പറയുന്നു, ലൗ അൻസലല്ലാഹു അലാ അഹദിൻ, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
ദിവ്യബോധനം നൽകുന്നുണ്ടെങ്കിൽ അൻസലാലൈക്കും, അത് നിങ്ങൾക്കായിരുന്നു അള്ളാഹു താല തരേണ്ടത്. അഥവാ ജിബ്രീൽ അലൈഹി ഇസ്ലാം മുഖേന അള്ളാഹു താല വഹയി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവർക്കാ വേണ്ടത് നിങ്ങൾ വാദിക്കുന്നുണ്ടോ? തറവുനക്കും അഹഖ ബിന്നുബുവത്തി മിന്ന, ഞങ്ങളെക്കാളും പ്രവാചകത്വം കിട്ടേണ്ടത് നിങ്ങൾക്കാണ്, നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടോ? അങ്ങനെ അവകാശപ്പെടേണ്ട കാര്യമല്ല. എന്താ കാരണം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അള്ളാഹു താല പറഞ്ഞത് കൃത്യമായി അനുസരിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ എന്ത് ചെയ്യേണ്ട, അവകാശവാദം ഉന്നയിച്ച റസൂലുള്ളാഹിക്ക് അതിന് യോഗ്യതല്ല എന്ന് നിങ്ങൾ പറയണ്ട എന്ന് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും, അതേപോലെ തന്നെ അറേബ്യൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം, ഈ ഖുർആൻ അങ്ങനെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ആൾക്കാർ വേറുണ്ട്, ഈ മുഹമ്മദ് നബിക്ക് തന്നെ എന്തിനാ അള്ളാഹു താല കൊടുത്തത് എന്ന് ഖുർആനെ നിരാകരിക്കാൻ വേണ്ടി അവർ പറഞ്ഞിരുന്നു. അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്, ആക്ഷേപിക്കുകയാണ്. അതേപോലെ തന്നെ അങ്ങനെ ഒരു തർക്കത്തിന് നിങ്ങൾക്ക് എന്തില്ല, അവകാശമില്ല എന്ന് പറയാ. അതിന്റെ തെളിവാ പറഞ്ഞത് വഹുവ റബ്ബുന വ റബ്ബുക്കും, ഞങ്ങൾ ഇങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണത് അള്ളാഹു താലയാണ്. അതിലിങ്ങനെ തെളിവുണ്ടാകുക. അതിന്റെ അർത്ഥം അന്നഹു അഅലമു ബിതദ്ബീരി ഖൽഖിഹി, അള്ളാന്റെ പടപ്പുകളെ എങ്ങനെയാ കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ളത് അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. വബിമൻ യസ്ലഹു ലിറിസാല, പ്രവാചകത്വം ആർക്കാണ് പറ്റിയതെന്നും അള്ളാഹ്ക്ക് അറിയാം. വബിമൻ ലാ യസ്ലഹു ലഹ, അതിന് യോഗ്യനല്ലാത്ത ആളാരാന്നും അള്ളാഹ്ക്ക് അറിയാം. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങളെയും ഞങ്ങളെയും പടച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അള്ളാഹ്ക്ക് അറിയാം ആർക്കാണ് എന്ത് കൊടുക്കേണ്ടത്, നുബുവത്ത് കൊടുക്കേണ്ടത് എന്ന് അള്ളാഹു താലാക്ക് അറിയാം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അത് നിങ്ങൾ നിരാകരിക്കുന്നതാണ്. ഫലാ തഅതരുദു അലാ റബ്ബിക്കും, നിങ്ങൾ പടച്ചവനോട് എന്ത് ചെയ്യരുത്, എതിർപ്പ് പ്രകടിപ്പിക്കരുത്. അള്ളയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലാക്കിയത്. നിങ്ങൾ പറയണില്ലേ? ആ പറയുന്ന സ്ഥിതിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അള്ള ചെയ്തൊരു പണിക്കെതിരെ നിങ്ങൾ പ്രതിഷേധം അറിയിക്കരുത്. കാരണം ഫൈനൽ അബ്ദ, ഒരടിമ ലൈസ ലഹു അൻ യഅ്തരിദ അലാ റബ്ബിഹി, അള്ളാഹിനോട് പ്രതിഷേധിക്കാനും അള്ളാഹു തആല ചെയ്തതിനെയും പറഞ്ഞതിനെയും ആക്ഷേപിക്കാനും ആർക്ക് അവകാശമല്ല, ഒരടിമക്ക് അവകാശമല്ല. മറിച്ച് ബൽ യജിബു അലൈഹി, അടിമയുടെ കടമ എന്താ, തഫ്വീദുൽ അംരി ബിൽ കുല്ലിയത്തി ലഹു, പൂർണ്ണമായി അള്ളാഹ്ക്ക് വഴങ്ങിക്കൊടുക്കലാണ്. അവന്റെ എല്ലാ കാര്യവും അള്ളാഹുലേക്ക് ഏൽപ്പിക്കലാണ്. അപ്പൊ റസൂലായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തആല നിശ്ചയിച്ചാൽ പാരമ്പര്യമായിട്ട് ഞങ്ങളെ കൂട്ടത്തുന്ന നബിമാര് വരല്, അതുകൊണ്ട് റസൂലുള്ളാഹിനെ അംഗീകരിക്കില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റൂല. കാരണം ഇതുവരെ നിങ്ങൾ അടിയുന്ന നബിമാര് വന്നു എന്നുള്ളത് അള്ളാഹ്ക്ക് അറിയാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു തആല റസൂലായി പരിഗണിച്ചാൽ ആ പരിഗണിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആർക്കാണ് അത് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്, നിങ്ങൾ ഈ വിമർശിക്കുന്നത് ശരിയല്ല, റസൂലുള്ളാഹിനെ നിങ്ങൾ നിരാകരിക്കുന്നതും ശരിയല്ല എന്നാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തത് അന്നഹു ലാ നിസ്ബത ലക്കും മിനല്ലാഹി തആല ഇല്ലാ ബിൽ ഉബൂദിയ്യ, നിങ്ങളും ഞങ്ങളും അള്ളാഹനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന റബ്ബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളും നമ്മളുമായിട്ടുള്ള അള്ളാഹാനായിട്ട് നിങ്ങൾക്കുള്ള ബന്ധവും അള്ളാന്റെ അടിമകളാ നിങ്ങളെന്നാ, ഞങ്ങൾക്കുള്ള ബന്ധവും അള്ളാന്റെ അടിമകളാ ഞങ്ങൾ എന്നുള്ളതാണ്. വഹാദി നിസ്ബത്ത് മുശ്തറക്കത്തും ബൈനനാവ് ബൈനക്കും, ആ അള്ളാന്റെ അടിമകൾ എന്ന ബന്ധങ്ങളുടെയും ഞങ്ങളുടെയും ഇടയിൽ സമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഫലിമ തുറജ്ജുഹൂന അൻഫുസക്കും അലൈന, പിന്നെ ഞങ്ങളെക്കാൾ നിങ്ങൾക്ക് പവറുണ്ട് നിങ്ങളെങ്ങനെ വാദിക്കുക അല്ലേ? നിങ്ങളെ ഇടയിൽ നിന്നാണ് നബിമാര് വന്നു എന്നതുകൊണ്ട് മാത്രം എന്തില്ല, നിങ്ങൾക്ക് അള്ളാഹാനായിട്ട് ഞങ്ങളെക്കാളും ബന്ധമില്ല. കാരണം എന്താ, നിങ്ങളും ഞങ്ങളും അള്ളാന്റെ അടിമകളാണ്. ആ അടിമകളെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹ് ഉദ്ദേശിച്ചാൽ അള്ളാഹ് റസൂലാക്കും. ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തആല റസൂലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അത് അംഗീകരിച്ച് മുന്നോട്ട് പോകലാണ് ബുദ്ധി എന്ന് ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ ശത്രുനിഷേധികളായിട്ടുള്ള ആളുകളോടുള്ള റസൂലുള്ളാഹിന്റെ പ്രവാചകത്വത്തെ നിരാകരിച്ചുകൊണ്ട് അവർ സംസാരിച്ചപ്പോൾ ആ വിഷയത്തിൽ തർക്കിക്കുകയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ത്, ലനാഅമാലുക്കും വലനാഅമാലുക്കും വലക്കും അഅമാലുക്കും, നിങ്ങൾ ചെയ്തതിന്റെ കൂലി നിങ്ങൾക്കും ഞങ്ങൾ ചെയ്തതിന്റെ കൂലി ഞങ്ങൾക്കുമാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഫൽ മുറാദ് മിൻഹു നസീഹത്തു ഫിദ്ദീനി, മതപരമായി എല്ലാവർക്കും നന്മ കാക്ഷിക്കുക എന്നതിന്റെ ഭാഗമാണ് ആ പറച്ചില്. അതെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മുസ്ലിമീങ്ങളോട് ഇങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലാ യർജിഉ ഇലയ്യ മിൻ അഫ്ആലിക്കുമുൽ ഖബീഹ ലററുൻ, നിങ്ങൾ മോശമായ വല്ലതും ചെയ്താൽ അതിന്റെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ബാധിക്കൂല. ഹത്താ യകൂനൽ മഖ്സൂദു മിൻ ഹാദൽ ഖൗലി ദഫ്ഉ ദാലികൽ ലറർ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം, നിങ്ങളെ വഴി പ്രവാചകത്വത്തിന് നിഷേധിക്കുക ചെയ്താൽ അതിന്റെ ഇടങ്ങേറ് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചോളി, നിങ്ങളും നന്നാകാൻ നോക്കിക്കോളി.
എന്ന് അവരോട് നല്ല നിലക്ക് പറഞ്ഞ് അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്താനാണ് വലനാമാലുന വലക്കും ആമാലുക്കും, ഞങ്ങൾ ചെയ്തതിന്റെ കൂലി ഞങ്ങൾക്കും നിങ്ങൾ ചെയ്തതിന്റെ കൂലി നിങ്ങൾക്കും എന്ന് പറഞ്ഞത്. അതായത് ഞങ്ങളിവിടെ സത്യത്തിൽ നിലകൊള്ളുന്നു, ആ സത്യത്തിലേക്ക് നിങ്ങളും കൂടെ കടന്നു വരണം എന്നാ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വനഹ്നു ലഹു മുഖ്ലിസൂൻ, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹ്ക്ക് വഴങ്ങി കൊടുത്തവരാണ്. അഥവാ ഇത് പറയണതിന്റെ പിന്നിൽ ഭൗതികമായിട്ടുള്ള ഒരു ലക്ഷ്യവും താല്പര്യവും ആർക്കില്ല, ഞങ്ങൾക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഅ്മിനീങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തെ നിരാകരിക്കുമ്പോൾ അങ്ങനെ നിരാകരിക്കാൻ നിങ്ങൾക്കൊരു അവകാശമല്ല. ആരെയാണ് റസൂലാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നവൻ അള്ളാഹു ആണ് എന്ന ആ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിപാദനവും, അതോടൊപ്പം അതവരോട് പറയാൻ വേണ്ടി ഒരു ശൈലി പ്രയോഗിക്കുമ്പോൾ പോലും അത് മാക്സിമം നന്മയിൽ അധിഷ്ഠിതവും അതേപോലെ തന്നെ ഗുണകാംക്ഷാപരവുമാവാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്തു എന്നാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രബോധകരുടെ സ്വഭാവത്തിലൊക്കെ കാണേണ്ട ഒരു സംഗതി കൂടിയാണ് അത് എന്നുകൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിജമീഇൽ മുസ്ലിമീൻ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി.